വെൽക്കം ടു ബിടെക് ട്യൂട്ടർ. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന്റെ ഒരു കോർ സബ്ജക്റ്റ് ആയ ഫോർമൽ ലാംഗ്വേജ് ഓട്ടോമേറ്റ തിയറി ഓർ ഫ്ലാറ്റ് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ CST 301 എന്ന കോഴ്സ് കോഡിൽ വരുന്ന ഈ സബ്ജക്റ്റിന്റെ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് 4 ആണ്. ഈ ഒരു മൊഡ്യൂളിൽ എന്താണ് ഒരു ഓട്ടോമേറ്റ, അതുപോലെ തന്നെ കണ്ടക്സ്റ്റ് ഫ്രീ ഗ്രാമറിന്റെ കൺവേർഷൻ, എങ്ങനെ നമ്മൾ അതിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പറയാൻ വേണമെങ്കിൽ S6 കമ്പൈലർ ഡിസൈൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് നോളജ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമൽ ലാംഗ്വേജ് ഓട്ടോമേറ്റ തിയറിയിൽ നിന്ന് നമുക്ക് കിട്ടും. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ മൊഡ്യൂൾ 1 പോവാം. എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ച് പോവാം. ഫസ്റ്റ്, ഇൻട്രൊഡക്ഷൻ ടു ഫോർമൽ ലാംഗ്വേജ് തിയറി. അപ്പൊ ഫോർമൽ ലാംഗ്വേജ് തിയറി എന്താ എന്നറിയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്താന്ന് അറിയണം. തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലെ ഒരു പെർട്ടിക്കുലർ ഏരിയ ആണ്. ദാറ്റ് എക്സ്പ്ലോർസ് ദ ഫണ്ടമെന്റൽ കപ്പാബിലിറ്റീസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. അതായത് കമ്പ്യൂട്ടേഴ്സിന് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഒരു മെഷീൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ലിമിറ്റേഷൻസ്, ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് തിയറി ഓഫ് കമ്പ്യൂട്ടേഷനിൽ വരുന്നത്. It helps us to understand what problems can be solved using computers and how efficiently that can be solved. അതായത് ഇന്നൊരു പ്രോബ്ലത്തിന് ഏത് അൽഗോരിതമാണ് അല്ലെങ്കിൽ ഏതൊരു സൊല്യൂഷൻ ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഏതൊരു സൊല്യൂഷൻ യൂസ് ചെയ്താലാണ് നമുക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നത് എന്നൊക്കെയുള്ള ഒരു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ. ഓട്ടോമേറ്റ തിയറി എന്ന് പറയുന്നത് TOCയുടെ സബ് ഫീൽഡ് ആണ്. ദാറ്റ് ഫോക്കസസ് സ്പെസിഫിക്കലി ഓൺ അബ്സ്ട്രാക്ട് മെഷീൻ കോൾഡ് ഓട്ടോമേറ്റ. ഓട്ടോമേറ്റ എന്ന് പറയുന്നത് ഒരു മെഷീൻ ആണ്, എ സ്മോൾ മെഷീൻ. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ഒരു അബ്സ്ട്രാക്ട് ആണ് ഈ TOC ബേസിക്കലി ഡീൽ ചെയ്യുന്നത്. ദീസ് മെഷീൻസ് ആർ സിമ്പിൾ മോഡൽസ് യൂസ് ടു പെർഫോം കമ്പ്യൂട്ടേഷൻസ് ഓർ റെക്കഗ്നൈസ് പാറ്റേൺസ്. അതായത് ഇതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ മെഷീൻസ് എന്ന് പറയുന്നത് സിമ്പിൾ മോഡൽസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ മോഡലിനെ യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടേഷൻസിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം എങ്ങനെ ഏതൊരു പാറ്റേണിലാണ് ചെയ്യേണ്ടത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത്. The primary focus of TOC is to analyze the logic of computation. This involves understanding the topic and how we broke down that particular problem into smaller pieces. എന്നിട്ട് ആ സ്മോളർ പീസസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയ സ്മോളർ പീസസിന്റെ സൊല്യൂഷൻസ് എടുത്തിട്ട് അതിനെ നമ്മൾ ഫിക്സ് ചെയ്ത് ഒരു ലാർജർ ആൻസർ ആക്കി മാറ്റുന്നു. അപ്പൊ ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർമൽ ലാംഗ്വേജ് ഓട്ടോമേറ്റ അല്ലെങ്കിൽ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ ബേസിക്കലി യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സിമ്പിൾ മെഷീൻ ആണ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത്. അല്ല, എന്തിനു വേണ്ടിയിട്ട്? കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഓട്ടോമേറ്റ എന്ന് നോക്കാം. An abstract self-propelled computing device that follows a predetermined sequence of operations automatically. അതായത് ഒരു പ്രീഡിറ്റർമൈൻഡ് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് ഓട്ടോമേഷൻ. ഒരു തന്നേക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഒരു പ്രീഡിറ്റർമൈൻഡ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നു, സ്റ്റെപ്സ് അല്ലെങ്കിൽ സീക്വൻസിനെ ഓട്ടോമാറ്റിക്കലി അവര് പെർഫോം ചെയ്യുന്നു. An automata with finite number of states is called as finite automaton. അതായത് ഓട്ടോമേറ്റ എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ ആണ്, ഓട്ടോമേറ്റൺ എന്നാണ് സിംഗിൾ ഒരു ഓട്ടോമേറ്റഡ് പറയുന്നത്. ഓക്കെ, അപ്പോ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്. എന്താണ് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്, എന്താണ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ് എന്ന് നിങ്ങൾക്ക് അറിയാലോ, അത് പറയണോ? ഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് എണ്ണാനായിട്ട് പറ്റും അല്ലെ, എത്ര, ഇപ്പൊ 1 to 100 is a finite അല്ലെ, ഫൈനൈറ്റ് കൗണ്ട് ആണ്. പക്ഷെ ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമുക്ക് എണ്ണാൻ പറ്റില്ല, അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പൊക്കോണ്ടേയിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ ഇൻഫൈനൈറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഓട്ടോമേറ്റഡ് വിത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് പോയി എന്ന് നമ്മളൊക്കെ പറയില്ലേ. അതായത് നമ്മൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ കുറച്ച് സ്റ്റേറ്റ്സ് പഠിച്ചായിരുന്നു അല്ലെ, റണ്ണിങ് സ്റ്റേറ്റ്, പിന്നെന്താ ന്യൂ സ്റ്റേറ്റ്, അങ്ങനെ. ഇപ്പൊ ന്യൂ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, റണ്ണിങ് സ്റ്റേറ്റിലോട്ട് പോയി, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അത് തന്നെയാണ് സ്റ്റേറ്റ്. അപ്പൊ നമുക്ക് അവിടെ ഒരു അഞ്ച് സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതെന്ന് പറയുന്നത് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഒരു ഓട്ടോമേറ്റൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ അല്ലെങ്കിൽ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ. ഓട്ടോമേറ്റ ഈസ് എ മെഷീൻ ദാറ്റ് ക്യാൻ അക്സെപ്റ്റ് ദ സ്ട്രിങ്സ്. എന്താണ് സ്ട്രിങ്സ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സബ്ജക്ട്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സീക്വൻസ് ഓഫ് സിംബൽസ് ആണ് സ്ട്രിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മെഷീൻ ആണ് ഓട്ടോമേറ്റ.
അപ്പൊ അത്ര തന്നെയാണ് ഈ ഓട്ടോമേറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓട്ടോമേറ്റ നമുക്ക് എന്താണ് സ്മോൾ മെഷീൻസ് ആണ് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ കമ്പ്യൂട്ടേഷൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോളർ പീസസ്. സ്റ്റേറ്റ്സ് ഫൈനൈറ്റ് ആണെങ്കിൽ അതിനെ ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ ബേസിക് ആയിട്ട് പറയുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, ബേസിക്സിലോട്ട് പോവാം. ബേസിക് കാര്യങ്ങൾ. അപ്പൊ ഇത് നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബേസിക് ആയിട്ട് നമുക്ക് ഫസ്റ്റ് സിംബൽസ് എന്താണെന്ന് നോക്കാം. സിംബൽസ് എന്ന് പറയുന്നത് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ, TOCയുടെ ബിൽഡിംഗ് ബ്ലോക്ക്. അതായത് സിംബൽസ് എന്ന് പറയുന്നത് ലെറ്റേഴ്സ് ആകാം, പിക്ചേഴ്സ് ആകാം, ആൽഫബറ്റ്സ് ആകാം, ന്യൂമറിക്കൽസ് ആകാം, എന്ത് വേണോ ആകാം. അപ്പൊ ഇവിടെ എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് നോക്കിക്കേ, ABC, 0, 1, 2, 3 അങ്ങനെ നമ്പേഴ്സ് ആവാം, ക്യാരക്ടേഴ്സ് ആകാം, എന്ത് വേണോ ആകാം, പിക്ചേഴ്സ് ആകാം. ഒരു പിക്ചർ നമ്മൾ കൊടുത്തു, അപ്പൊ ആ പിക്ചർ വേണമെങ്കിൽ നമുക്ക് സിമ്പൽ ആണ്. അപ്പൊ അതിനെയാണ് സിമ്പൽ എന്ന് പറയുന്നത്. ഇനി എന്താണ് ആൽഫബറ്റ്സ് എന്ന് നോക്കാം. ആൽഫബറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സിഗ്മ എന്നുള്ള ലെറ്റർ കൊണ്ടിട്ടാണ്. കളക്ഷൻ ഓഫ് സിംബൽസ് ദാറ്റ് ഇസ് ഓൾവേസ് ഫൈനൈറ്റ്. അതായത് എപ്പോഴും ഫൈനൈറ്റ് ആയിട്ടുള്ള സിംബൽസിന്റെ കളക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആൽഫബറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പല രീതിക്കുള്ള ആൽഫബറ്റ്സ് ഉണ്ട്. അതായത് ഇവിടെ നമ്മൾ സിംബൽസ് എന്ന് പറയുന്നത് പറഞ്ഞു, ലെറ്റേഴ്സ് സിംബൽസ് ആണ് അല്ലെ. അതുപോലെ തന്നെ ന്യൂമറിക്കൽസ് സിംബൽസ് ആണ്. പിന്നെ നമുക്ക് ഇമേജസ് സിംബൽസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 0യും 1നെയും നമ്മൾ ബൈനറി ആൽഫബറ്റ്സ് എന്നാണ് പറയുന്നത്. ബൈനറി ബിക്കോസ് 0യും 1ഉം മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത് 1, 2, 3, 4, 0 to 9 എന്ന് പറയുന്നത് എന്താണ്, ഡെസിമൽ ആണ്. അപ്പൊ ഡെസിമൽ ആൽഫബറ്റ്സ് ആണത്. ഇനി ABC to Z എന്താണത്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ്. അപ്പൊ എന്താണ് ആൽഫബറ്റ്സ് എന്ന് മനസ്സിലായല്ലോ. കളക്ഷൻ ഓഫ് സിംബൽസ് വിത്ത് എ ഫൈനൈറ്റ് വിച്ച് ഇസ് ഓൾവേസ് ഫൈനൈറ്റിനെയാണ് ആൽഫബറ്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് സ്ട്രിങ്സ്. സ്ട്രിങ്സ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് സിംബൽസ്. സീക്വൻസ് ഓഫ് സിംബൽസിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്ട്രിങ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സിംബൽസ് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. എന്തൊക്കെ സിംബൽസ്, 1, 2, 3, 4 ഇതൊക്കെയാണ് സിംബൽസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോ 1, 1, 1 ഇങ്ങനെ എഴുതിയാൽ അതൊരു സ്ട്രിങ് ആണ്. അതൊരു സ്ട്രിങ് ആണ്. ഇനി ABC ഇതെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ്. ഇനി ABB എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. അപ്പൊ സ്ട്രിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോ ലെങ്ത് ഓഫ് എ സ്ട്രിങ് എന്താന്ന് നോക്കാം. ലെങ്ത് ഓഫ് എ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര നമ്പർ ഓഫ് സിംബൽസ് തന്നേക്കുന്ന സ്ട്രിങ്ങിലുണ്ട്. അപ്പൊ ABB എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ് നമ്മൾ നോക്കി. ഇതിന്റെ നമ്പർ ഓഫ് അല്ലെങ്കിൽ ലെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ 1, 1, 2, 3. അപ്പൊ 3 ഇതിന്റെ ലെങ്ത്. അപ്പൊ അതാണ് നമ്മുടെ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എം ടി സ്ട്രിങ് എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിന്റെ അകത്ത് ഒരു വാല്യൂ ഇല്ല. അതായത് ആ സ്ട്രിങ് എന്ന് പറയുന്നത് നത്തിങ്, എം ടി ആണ്. അപ്പൊ സ്ട്രിങ് വിത്ത് ലെങ്ത് ഓഫ് 0 ഡിനോട്ടഡ് ബൈ, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, എപ്സിലോൺ അല്ലെങ്കിൽ ആൽഫ വെച്ചിട്ടാണ് നമ്മൾ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്, ഒരു എം ടി സ്ട്രിങ്ങിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി കൺകാറ്റിനേഷൻ. കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പൈത്തണിൽ പഠിച്ചതാ അല്ലേ. എന്താണ്, ഒന്നോ അതിൽ കൂടുതലോ സ്ട്രിങ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്, കമ്പൈൻ ചെയ്യുന്നത്, അതിനെയാണ് 2 strings to form a new string. അതായത് നമ്മളിവിടെ എടുത്തേക്കുന്ന എക്സാമ്പിൾ 101 101ഉം 11ഉം എടുത്ത് നമുക്ക് കൺകാറ്റിനേറ്റ് ചെയ്താൽ എങ്ങനെ കിട്ടും, 10111 എന്ന് കിട്ടും. വേറൊരു സ്ട്രിങ് നോക്കാം. A എന്ന് പറയുന്ന ഒരു സ്ട്രിങ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് കൺകാറ്റിനേറ്റ് ചെയ്യേണ്ട അടുത്ത സ്ട്രിങ് എന്ന് പറയുന്നത് ABB ആണ്. അപ്പൊ കൺകാറ്റിനേറ്റ് ചെയ്ത് വരുന്നത് എങ്ങനെയായിരിക്കും, AABB. ഓക്കെ, അപ്പൊ കൺകാറ്റിനേഷൻ എന്താന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ് ലാംഗ്വേജ് എന്താണ് എന്നുള്ളത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഈ സ്ട്രിങ്സിന്റെ കളക്ഷനെയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്, സിംബൽസ് ആണ് പറയുന്നത്. സിംബൽസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, വെറുതെ ABC അല്ലെങ്കിൽ 1, 2, 3 അല്ലെങ്കിൽ പിക്ചേഴ്സ്. ഒന്നുകൂടെ ഞാൻ പറയാണ്. ഇനി അടുത്ത ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു സെറ്റ് അതായത് കളക്ഷൻ ഓഫ് സിംബൽസ്. അതായത് ബൈനറി ആൽഫബറ്റ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഉണ്ട്, ന്യൂമറിക്കൽ ആൽഫബറ്റ്സ് ഉണ്ട്, അതായത് ഡെസിമൽ ആൽഫബറ്റ്സ് ഉണ്ട്. ഇനി അടുത്തത് എന്തായിരുന്നു, സ്ട്രിങ്സ് എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് സിംബൽസ് ആണ്. സ്ട്രിങ്സ് ABABB ABBA അങ്ങനെ നമുക്ക് ഒരു സ്ട്രിങ്സിന്റെ സീക്വൻസ്
കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എഴുതുന്നവരെയാണ് സ്ട്രിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്ത് വരുന്നത് ലാംഗ്വേജസ് എന്താണ്? ലാംഗ്വേജസ് എന്ന് പറഞ്ഞാല് ഈ സ്ട്രിങ്സിന്റെ കളക്ഷൻ ഓഫ് സ്ട്രിങ്സ് ഫോംഡ് ഫ്രം ആൻ ആൽഫബറ്റ്. ആൽഫബറ്റിൽ നിന്ന് ഉണ്ടായ സ്ട്രിങ്സ്, ആ സ്ട്രിങ്സിന്റെ കളക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആൽഫബറ്റ്സ് എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ആൽഫബറ്റ്സിൽ നിന്ന് എടുക്കുന്ന സ്ട്രിങ്സ്, ആ സ്ട്രിങ്സിന്റെ കളക്ഷനെയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമുക്ക് ഫൈനൈറ്റ് ലാംഗ്വേജും ഉണ്ട്, ഇൻഫൈനൈറ്റ് ലാംഗ്വേജും തന്നിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കാം. സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ഓഫ് ലെങ്ത് 2 ഓവർ സിഗ്മ ഇസ് എന്താണ്? എ കോമ ബി. എ കോമ ബി എന്ന് പറയുന്നത് നമുക്കിവിടെ ആൽഫബറ്റ്സ് ആണ്. അപ്പൊ ഈ ആൽഫബറ്റ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് സ്ട്രിങ്സിനെ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. സ്ട്രിങ്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ഓഫ് ലെങ്ത് 2. അപ്പൊ ഈ രണ്ട് സിമ്പിൾസ് വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രിങ്സ് ഏതൊക്കെയാണ്? എ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 ആണ്. അത് നോക്കണം. എ പിന്നെ ബി എ ബി ബി എ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് 2 ലെങ്ത് ഉള്ള എന്തെന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്ട്രിങ്സ് എന്ന് പറയുന്നത്, അല്ലെ? നമ്പർ ഓഫ് സ്ട്രിങ്സ് എന്ന് പറയുന്നത് 4 ആണ് വിത്ത് ലെങ്ത് 2. അപ്പൊ നമുക്ക് ഇനി 3 ലെങ്ത് ഉള്ളത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? എ എന്ന് പറയുന്നത് ഒരു 3 ലെങ്ത് ഉള്ളതാണ്, അല്ലെ? 3 ലെങ്ത് ഉള്ള സ്ട്രിങ് ആണ്. അത് അടുത്ത എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എ ബി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്ത ഇൻഫൈനൈറ്റ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ് വേർ ഈച്ച് സ്ട്രിങ് സ്റ്റാർട്ട് വിത്ത് എ ഓവർ സിഗ്മ. അതായത് നമുക്ക് ഈ ഒരു തന്നേക്കുന്ന ഈ ഒരു സെറ്റിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ലാംഗ്വേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ എല്ലായിടത്തും എ വേണം. അപ്പൊ എ ഉള്ള മിനിമം നമ്പർ ഓഫ് എ ഉള്ള ഒരു മിനിമം സ്ട്രിങ് എന്ന് പറയുന്നത് എ ആണ്. ഇനി അടുത്ത സ്ട്രിങ് എന്താവാം? എ ആവാം, അല്ലേ? അടുത്ത് എ ആവാം. പിന്നെ എ ബി 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 ബി. ഇത് പറ്റും. കാര്യം എ ആണ് സ്റ്റാർട്ടിങ് സിമ്പിൾ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ലാംഗ്വേജ് എന്നുള്ള കാര്യം. ഇനി അടുത്തത്, ഇനി എന്താണ് പവർ ഓഫ് സിഗ്മ? നമ്മൾ സിഗ്മ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്? പവർ ഓഫ് സിഗ്മ. അപ്പൊ നമ്മൾ എന്തിനാണ് സിഗ്മ യൂസ് ചെയ്തത്? ആൽഫബറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ സിഗ്മ യൂസ് ചെയ്തത്. അപ്പൊ നമുക്ക് ഈ സിഗ്മയുടെ പവർ എന്താണെന്ന് നോക്കാം. ഇപ്പോ സിഗ്മ റേസ് ടു 0 എന്നിട്ട് കഴിഞ്ഞാൽ അതൊരു എംപ്റ്റി സ്ട്രിങ് ആണ്. കാര്യം സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് വിത്ത് ലെങ്ത് 0 ലെങ്ത് ഉള്ള 0 ലെങ്ത് എന്ന് പറയുന്നത് അവിടെ നള്ളാണ്, അതായത് എംപ്റ്റി, അതായത് എന്താണ്? എപ്സിലോൺ. ഇനി അടുത്ത് സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ഓവർ സിഗ്മ ഓഫ് ലെങ്ത് 1 ആണ് സിഗ്മ റേസ് ടു 1 എന്ന് പറയുന്നത്. സിഗ്മ റേസ് ടു 2 ലെങ്ത് ഉള്ള എല്ലാ സ്ട്രിങ്സും. സിഗ്മ റേസ് ടു 3 എന്ന് പറയുന്നത് 3 ലെങ്ത് ഉള്ള. ഇനി അടുത്ത് ഏറ്റവും ലാസ്റ്റ് വരുന്നത് സിഗ്മ റേസ് ടു ദ ഹോൾ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ സ്റ്റാർ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഓൾ പോസിബിൾ സ്ട്രിങ്സ് ഓവർ സിഗ്മ ഓഫ് ഓൾ ലെങ്സ്. അതായത് സിഗ്മ 0 യൂണിയൻ സിഗ്മ 1 യൂണിയൻ സിഗ്മ 2 യൂണിയൻ എക്സെട്ര അപ് ടു സിഗ്മ n. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിഗ്മ സ്റ്റാർ എന്ന് പറയുന്നത്. അത് പവർ, ഭയങ്കര ഏറ്റവും ഹയസ്റ്റ് പവർ ആയിട്ടുള്ള സിഗ്മയാണ്. ഓക്കെ, അപ്പൊ പവർ ഓഫ് സിഗ്മയെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താണ് ഫോർമൽ ലാംഗ്വേജ് എന്ന് നോക്കാം. നമ്മളുടെ സബ്ജക്ട് എന്തായിരുന്നു? ഫോർമൽ ലാംഗ്വേജ് ഓട്ടോമേറ്റ തിയറി എന്നുള്ളതായിരുന്നു. അപ്പം നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു ഫോർമൽ ലാംഗ്വേജ് ആണ് നമുക്ക് തുടക്കത്തിൽ തന്നെ. പക്ഷെ ബേസിക് ആയിട്ട് ഇത്രയും കാര്യം പറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിലോട്ടൊരു എൻട്രി ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. ഫോർമൽ ലാംഗ്വേജ് ലാംഗ്വേജിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? വെച്ചിട്ട്, അല്ലേ? ഫോർമൽ ലാംഗ്വേജ് ഓവർ ആൻ ആൽഫബറ്റ് സിഗ്മ ഈസ് എ സബ്സെറ്റ് ഓഫ് സിഗ്മ സ്റ്റാർ. അതായത് ഞാൻ പറഞ്ഞു സിഗ്മ സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? എല്ലാത്തിന്റെയും ഒരു യൂണിയൻ ആണ്. അതായത് സിഗ്മ 0 തൊട്ട് എത്ര നമ്പർ ഓഫ് സ്ട്രിങ്സ് ഉണ്ടോ അത്രയും സ്ട്രിങ്സിന്റെയും ഒരു യൂണിയൻ ആണ് നമ്മുടെ സിഗ്മ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പം ഫോർമൽ ലാംഗ്വേജ് ഓവർ ആൽഫബറ്റ് സിഗ്മ എന്ന് പറയുന്നത് ഓവർ ലാംഗ്വേജ് അപ്പൊ എന്ന് പറയുന്നത് എന്താണ്? ഒരു സബ്സെറ്റ് ആണ് ഓഫ് ആരുടെ? സിഗ്മ സ്റ്റാറിന്റെ. മീനിങ് ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് സ്ട്രിങ്
formed from the symbols in that alphabet. A formal language consists of strings whose letters are taken from an alphabet and are well formed according to the specific rules. എക്സാമ്പിൾ നോക്കാം. നമുക്ക് സിഗ്മ എന്ന് പറയുന്നത് എ കോമ ബി ആണ്. അതായത് ആൽഫബറ്റ്സ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? എയും ബിയും ആണ് നമ്മുടെ ആൽഫബറ്റ്സ്. ഇതിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് അങ്ങനെ സ്പെസിഫിക് കണ്ടീഷൻ ഒന്നും ഇവിടെ പറയുന്നില്ല. ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു ലാംഗ്വേജ്. നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം? നമ്മുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എല്ലാ ലാംഗ്വേജിലും ഒരു എപ്സലോൺ, അതായത് ഒരു എംപ്റ്റി സ്ട്രിങ് കാണും. അതായത് സിഗ്മ റേസ് ടു 0 എന്ന് പറയുന്ന ഒരു എന്ത് കാണും? ഒരു സ്ട്രിങ് കാണും. അതാണ് എപ്സലോൺ എന്ന് പറയുന്നത്. ഈസ് ഈക്വൽ ടു എപ്സലോൺ ആണ്. ഇനി അടുത്ത എ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. ഇനി അടുത്ത് ബി എന്ന് പറയുന്ന അടുത്ത സ്ട്രിങ് ആണ്. എ എന്ന് പറയുന്നത് വേറൊരു സ്ട്രിങ് ആണ്. എ ബി എന്ന് പറയുന്ന വേറൊരു സ്ട്രിങ്, എ അങ്ങനെ നമുക്ക് എത്ര സ്ട്രിങ് വേണമെങ്കിലും എഴുതാനായിട്ട് പറ്റും. അനദർ എക്സാമ്പിൾ ഓഫ് ഇറ്റ് കുഡ് ബി എൽ ഇസ് ഈക്വൽ ടു എപ്സലോൺ എ ബി. അങ്ങനെ നമുക്ക് എത്ര നമ്പർ ഓഫ് നമുക്ക് ഇവിടെ കണ്ടീഷൻസ് ഒന്നും തന്നില്ല. അല്ലെങ്കിൽ ഇഫ് എൻ ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ലെങ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി അല്ലെങ്കിൽ എ എൻ ഒക്കെ പാടുള്ളൂ. എ പാടുണ്ടോ? ഇല്ല, എ പാടില്ല. ബിക്കോസ് എയുടെ ലെങ്ത്തിന്റെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 1 അല്ലേ? അപ്പൊ അത് പറ്റില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ലാംഗ്വേജ് ക്രിയേഷൻ വരുന്നത്. ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നോക്കാം. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചതാണ്. ഫസ്റ്റ് ഇയറിൽ കംപ്ലീറ്റ് ചെയ്ത സാധനമാണ് നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സിമ്പിൾസ് അവിടെ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ഏതൊക്കെയാണ്? എ ബി അപ് ടു ഇസഡ്. പിന്നെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ന്യൂമറിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്, സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഫോർമൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് തിയറിയിൽ ഇതൊക്കെ ഇവിടെ ആൽഫബറ്റ്സ് ആണ്, അല്ലെ? ദ സെറ്റ് ഫോംസ് ദ ആൽഫബറ്റ്. ഇതൊക്കെ ആൽഫബറ്റ്സിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ TOCയില് ഇത് ആൽഫബറ്റ്സ് ആണോ? ഇതൊക്കെ സ്ട്രിങ്സ് ആണ്. അതായത് ഇവിടെ നമുക്ക് ഇത് കോഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സി പ്രോഗ്രാമിംഗിൽ ഈ ആൽഫബറ്റ്സിനെ യൂസ് ചെയ്യുന്നത്. സിയിൽ ഇതൊരു പ്രോഗ്രാം ആണ്, പക്ഷെ TOCയിൽ ഇതൊരു സ്ട്രിങ് ആണ്. ഇനി അടുത്ത ഫൈനൈറ്റ് റെപ്രസെന്റേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമേറ്റ എന്ന് പറഞ്ഞു, അല്ലെ? ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറഞ്ഞു. അതായത് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഫൈനൈറ്റ് ആണ് എന്ന് ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുന്നത്? ഫൈനൈറ്റ് ഓട്ടോമേറ്റ അല്ലെങ്കിൽ ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുന്നു. ഫൈനൈറ്റ് റെപ്രസെന്റേഷൻ ഇസ് കോൾഡ് ഫൈനൈറ്റ് ഓട്ടോമേറ്റ, a simple computational model used to represent and recognize language. Example, let alphabet sigma is equal to AB. Consider the language L1, set of all strings that start with A. അതായത് നമുക്ക് ആൽഫബറ്റ്സ് സെറ്റ് തന്നിട്ടുണ്ട്. എയും ബിയും ആണ് നമ്മുടെ ആൽഫബറ്റ്സ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ലാംഗ്വേജ് എന്ന് പറയുന്നത് L1 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതായത് ആ ലാംഗ്വേജിലെ എല്ലാ സ്ട്രിങ്സും സ്റ്റാർട്ട് ചെയ്യേണ്ടത് എ എന്ന് പറയുന്ന ആൽഫബറ്റ് വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്? എ ആണ് മിനിമം നമ്പർ ഓഫ് എ ഉള്ള, അല്ലെങ്കിൽ നമുക്ക് ലെങ്ത് ഇവിടെ ബാധിക്കുന്നില്ല. പക്ഷെ ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, സ്റ്റാർട്ടിംഗ് ലെറ്റർ ഷുഡ് ബി എ. അപ്പൊ മിനിമം ഒരു മിനിമം ആയിട്ടുള്ള ഒരു സ്ട്രിങ് എന്ന് പറയുന്നത് ഏതായിരിക്കും? എ ആയിരിക്കും. അടുത്തതോ എ ആയിരിക്കും. അത് എ ബി ആവാം. ബി എ പറ്റുമോ? പറ്റില്ല. കാര്യം ഇവിടത്തെ സ്റ്റാർട്ടിംഗ് സ്ട്രിങ് എന്ന് പറയുന്നത്, സ്റ്റാർട്ടിംഗ് സിമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? ബി ആണ്. അപ്പൊ അതവിടെ നടക്കില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൈറ്റ് റെപ്രസെന്റേഷൻ കൊണ്ട് ഇതൊരു ഫൈനൈറ്റ് റെപ്രസെന്റേഷൻ ആണോ? അല്ല. ബിക്കോസ് ഇത് ഇൻഫൈനൈറ്റ് ആണ്. അതായത് എത്ര എ വേണോ നമുക്ക് നമ്പർ ഓഫ്, അല്ലെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ, ഒരു ലിമിറ്റിംഗ് കണ്ടീഷൻ ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇതൊരു ഇൻഫൈനൈറ്റ് റെപ്രസെന്റേഷൻ ആണ്. ഫൈനൈറ്റ് റെപ്രസെന്റേഷൻ ഓഫ് എ ലാംഗ്വേജിനെയാണ് നമ്മൾ ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ആ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ എങ്ങനെയാണ് ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റനെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നോക്കാം, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിനെ എങ്ങനെ ഫൈനൈറ്റ് ഓട്ടോമേറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോ ഇവിടെ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിക്കേ. ഈ ഒരു ഫിഗറിൽ സർക്കിൾസ് എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു സർക്കിൾ എന്ന് പറയുന്നത് ഇനിഷ്യൽ സ്റ്റേറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അടുത്ത് ഈ ഡബിൾ സർക്കിൾ എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം എ ബി സി ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. എ ബി സി ഇതാണ് നമ്മുടെ 3 സ്റ്റേറ്റ്സ്. എ എന്ന് പറയുന്നത് ഇവിടെ ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ്, ബിക്കോസ് ആരോ എവിടെ നിന്നാ വരുന്നത്, എങ്ങനെയാ വരുന്നത്, അല്ലേ? ഇനി അടുത്ത് ബി എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റ് ആണ്, ബിക്കോസ് എന്താണ്?
അവിടെ ഡബിൾ സർക്കിൾ ഉണ്ട്. ഡബിൾ സർക്കിൾ ഉള്ളതുകൊണ്ട് അത് ഫൈനൽ സ്റ്റേറ്റ് ആണ്. എക്സാമ്പിൾ നോക്കാം. കൺസിഡർ എ string A, B. We can use the following FA to determine if the string is a part of this language. അതായത് തന്നേക്കുന്ന നേരത്തെ നമ്മൾ നോക്കിയ ലാംഗ്വേജിൽ ഈ ഒരു A, B എന്ന് പറയുന്ന സ്ട്രിങ് ഉണ്ടോ, അത് അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോ ഈ എക്സാമ്പിൾ നോക്കുന്നതിന് മുമ്പ് നമുക്കൊരു ജനറൽ ആയിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് നേരത്തെ ഫൈനൈറ്റ് റെപ്രസെന്റേഷൻ പറഞ്ഞപ്പോ ഞാൻ വിട്ടുപോയി ഇത് പറയാനായിട്ട്. അതായത് നമുക്ക് ഒരു സ്ട്രിങ് ഉണ്ട്, ഇവിടെ ഒരു ലാംഗ്വേജ് ഉണ്ട്, ആൻഡ് ഇതാണ് നമ്മുടെ ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മെഷീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ട്രിങ്ങിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ലാംഗ്വേജ് അല്ല ഈ ഒരു സ്ട്രിങ് നമ്മൾ ഈ ഫൈനൈറ്റ് ഓട്ടോമേറ്റയിലോട്ട് കൊടുക്കുകയാണ്. അപ്പോ ഈ ലാംഗ്വേജിൽ ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രിങ് ഉണ്ടോ ഇല്ലയോ, എസ് ഓർ നോ എന്ന് പറഞ്ഞു തരുന്നതാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഫൈനൈറ്റ് ഓട്ടോമേറ്റ ചെയ്യുന്നത്. അപ്പോ ഇനി നമുക്ക് ഇതിലോട്ട് വരാം, എക്സാമ്പിളിലോട്ട് വരാം. അപ്പൊ നമുക്ക് സ്ട്രിങ് ആയ A, B നമ്മൾക്ക് എവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം, നമ്മുടെ ലാംഗ്വേജിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ഫൈനൈറ്റ് ഓട്ടോമേറ്റ അത് അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണം. അപ്പോ ഇവിടെ A, B, B, B ഞാൻ പറയാം എന്താന്ന്. അപ്പോ നമുക്ക് വേണ്ടത് എന്താണ്, A, B ആണ് നമുക്ക് വേണ്ടത് അല്ലെ, A, B ആണ് വേണ്ടത്. അപ്പോ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ആദ്യം എയിലോട്ട് പോകുന്നു, നമ്മുടെ ഇനിഷ്യൽ സ്റ്റേറ്റ് ആയ എയിലോട്ട് പോകുന്നു. എയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു, എ തന്നെ കിട്ടുന്നു. ഓക്കെ, നമുക്ക് വേണ്ടത് എ ആണ്. ഓക്കെ, എ കിട്ടി. എന്ന് പിന്നെ എ എടുത്ത് അടുത്ത സ്റ്റേറ്റ് ഏതാണ്, ബി എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ്. ബി എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്തുകൂടെയാണ്, ഫൈനൽ സ്റ്റേറ്റൂടെയാണ് അല്ലെ, ഫൈനൽ സ്റ്റേറ്റൂടെയാണ്. അപ്പൊ ഇനി അടുത്ത് നമുക്ക് വേണ്ട സ്ട്രിങ് ഏതാണ്, എ ആണ്. അപ്പൊ എ എന്ന് പറയുന്നത് ഇവിടെ സെൽഫായിട്ട് തന്നെ ബിയിൽ നിന്ന് നമുക്ക് എന്ത് വേണോ എടുക്കാം, എയോ എടുക്കാം ബിയോ എടുക്കാം. എടുത്ത് നമുക്ക് എവിടെ തന്നെ പോവാം, ബിയിലോട്ട് തന്നെ പോവാം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്താ വേണ്ട, എ ആ വേണ്ടത്. അപ്പൊ എ ആയി, ഇപ്പൊ ദേ എ ആയി. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെയും നമ്മൾ എവിടോട്ടാ വരുന്നേ, ഇവിടെ നിന്ന് എ എടുത്ത് എവിടെ വന്നു, ബിയിലോട്ട് വന്നു. ബിയിൽ നിന്ന് നമ്മൾ പിന്നെയും എ എടുക്കുന്നു. ഇനി ബിയിലോട്ട് തന്നെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ബി ആ വേണ്ടത്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ബിയും എടുക്കുന്നു. അപ്പൊ ബി എടുത്ത് നമ്മൾ ബിയിലോട്ട് തന്നെ വന്നു. അപ്പൊ എ ബി എന്ന് പറയുന്നത് നമുക്ക് ഇനി അങ്ങ് ഫർദർ വേണ്ടല്ലോ, എ ബി മാത്രം മതിയല്ലോ. അപ്പൊ നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, പറ്റും. ബിക്കോസ് ഇതെന്ന് പറയുന്നത് ഒരു ഫൈനൽ സ്റ്റേറ്റ് ആണ്. അപ്പൊ നമ്മളുടെ എ ബി എന്ന് പറയുന്നത് ലാംഗ്വേജ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രിങ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ബി എ എന്ന് പറയുന്നൊരു നമുക്ക് നോക്കാം. ഓക്കെ, എയിൽ നിന്ന് നമുക്ക് എന്ത് പറ്റുന്നു, സിയിലോട്ട് എടുക്കുമ്പോ എന്ത് പറ്റുന്നു, ബി കിട്ടും. ഓക്കെ, നമുക്ക് ബി ആയി. ഇനി അടുത്ത് നമുക്ക് സിയിൽ തന്നെ ബി എടുക്കാൻ പറ്റുമോ, പറ്റും. ബി എടുത്തു. ഓക്കെ, ബി ആയി. സിയിൽ നിന്ന് ബി എടുത്ത് നമ്മൾ സിയിൽ തന്നെ വരുന്നു. ഇനി അടുത്ത് സിയിൽ നിന്ന് നമ്മൾ പിന്നെയും ഒരു എ എടുക്കേണ്ടത്, എ എടുക്കുന്നു. നമ്മൾ സിയിൽ തന്നെ വരുന്നു. ഫർദർ നമുക്കൊന്നും വേണ്ട. പക്ഷെ ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. കാര്യം എന്താ, ഈ സി എന്ന് പറയുന്ന ഒരു ഫൈനൽ സ്റ്റേറ്റ് അല്ല. Upon scanning the entire string, we do not reach the final state, so the string is not accepted and is not the part of a language. Okay, ഇങ്ങനെയാണ് നമുക്ക് രണ്ട് എക്സാമ്പിൾ വെച്ച് ഫൈനൈറ്റ് ഓട്ടോമേറ്റ് എങ്ങനെയാണ് നമ്മുടെ സ്ട്രിങ്ങിനെ ലാംഗ്വേജിൽ ഉള്ളതാണോ ഇല്ലാത്തയാണോ എന്ന് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു.